തിരുവനന്തപുരം ആര്യനാട് UDF പഞ്ചായത്ത് അംഗത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടക്കകം വാർഡ് മെമ്പർ ശ്രീജ S ആണ് മരിച്ചത്. മരണത്തിൽ CPM-നെതിരെ കുടുംബവും കോൺഗ്രസും രംഗത്തെത്തി. ഇന്ന് രാവിലെയാണ് വീട്ടുവളപ്പിൽ ആസിഡ് കുടിച്ച നിലയിൽ ശ്രീജയെ അവശനിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് 80 ലക്ഷത്തോളം രൂപ നാട്ടുകാരിൽ നിന്ന് വാങ്ങിയെന്നാരോപിച്ച് LDF പ്രതിഷേധം നടത്തിയിരുന്നു. മുൻപും ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശ്രീജയ്ക്ക് ഇത് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും പ്രതിഷേധത്തിൽ അധിക്ഷേപ പരാമർശം നേരിട്ടെന്നും കുടുംബം ആരോപിച്ചു. ഇന്നലെ ഇവരെ യോഗം പലവരും വിളിച്ചു പറഞ്ഞ് കേട്ടാണ് അവൾ ഇന്ന് ആത്മഹത്യ ചെയ്തത്. റോട്ടിൽ ആളെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിപരമായുള്ള സംസാരമായിരുന്നു. CPM വാർഡ് പിടിച്ചെടുത്ത ശ്രീജയെ വ്യക്തിപരമായി വേട്ടയാടുകയായിരുന്നുവെന്നും പണം തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ ശ്രീജ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. പക്ഷെ ആ പണം ഈ വരുന്ന 30-ാം തീയതിക്കകത്ത് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം. സാമ്പത്തിക ബാധ്യതയുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന പാർട്ടിയായി CPM മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് CPM. ഇത് കൊടുത്തില്ലെങ്കിൽ അത് മോശമാണ് എന്ന് ആ പാർട്ടിയുടെ അടുത്ത് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആര്യനാട് ആശുപത്രിയിൽ ശ്രീജയുടെ മൃതദേഹം കാണാനെത്തിയ G. സ്റ്റീഫൻ MLA-യെയും CPM പ്രവർത്തകരെയും കോൺഗ്രസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടിക്കെത്തിയ പോലീസിന് നേരെയും പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. മീഡിയ 1 തിരുവനന്തപുരം.